ഭാരതാംബ ചിത്ര വിവാദത്തിൽ രാജ്ഭവനെതിരെ നിലപാട് കടുപ്പിക്കാൻ സർക്കാർ. ഔദ്യോഗിക പരിപാടികളിൽ RSSന്റെ ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന ഉറച്ച നിലപാടിലാണ് സർക്കാർ. ഔദ്യോഗിക പരിപാടികളിൽ നിന്നും ചിത്രം ഒഴിവാക്കുമെന്ന രാജ്ഭവന്റെ ഉറപ്പ് പാലിച്ചില്ല എന്നും സർക്കാരിന് വിമർശനമുണ്ട്. മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പ്രോട്ടോകോൾ ലംഘനത്തിൽ തുടർ നീക്കങ്ങൾ തൽക്കാലം വേണ്ട എന്നാണ് രാജ്ഭവന്റെ തീരുമാനം. വിവരങ്ങളുമായി മനീഷ് മഹിപാലാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. മനീഷ്, സർക്കാർ ഗവർണർ പോര് രൂക്ഷമാകുന്നു എന്ന രീതിയിലാണ് ഇന്നലെ വന്ന വാർത്തകൾ. എന്താണ് ഇനി നടക്കാൻ പോകുന്നത്? ഈ പ്രോട്ടോകോൾ ലംഘനത്തിൽ തുടർ നീക്കങ്ങൾ തൽക്കാലം വേണ്ടെന്നാണോ രാജ്ഭവന്റെ തീരുമാനം? ക്രിസ്റ്റീന, മുഖ്യമന്ത്രി എന്താണെങ്കിലും ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞിരുന്നു. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യം പരിസ്ഥിതി ദിനത്തിൽ കൃഷി മന്ത്രി ആ പരിപാടി റദ്ദാക്കി സെക്രട്ടേറിയറ്റിൽ പരിപാടി സംഘടിപ്പിച്ചു. ഭാരതാംബ വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു ആദ്യ സംഭവം ഉണ്ടായത്. അതിനുശേഷം മുഖ്യമന്ത്രി മാത്രം ഈ വിഷയത്തിൽ എന്താണ് നിലപാടെന്ന് പറയാത്തത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. പിന്നാലെയാണ് മുഖ്യമന്ത്രി മിനിഞ്ഞാന്ന് ആണ് പത്രസമ്മേളനം നടത്തി. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് തലേ ദിവസമാണ് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത്. അതായത് ഈ ഒരിക്കലും ഗവർണർ അദ്ദേഹം ശാഖയിൽ പോയി പെരുമാറുന്ന രീതിയിലൊന്നും രാജ്ഭവനിൽ പെരുമാറുന്നത് RSSന് കാര്യാലയമാക്കരുത് എന്ന രീതിയിലുള്ള പ്രതികരണം നടത്തി. പിന്നാലെ മന്ത്രി ശിവൻകുട്ടി ഇന്നലെ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം അദ്ദേഹം നേരത്തെ തന്നെ എഴുതിക്കൊണ്ടുവന്ന പ്രസംഗമാണ്. അദ്ദേഹം അത് നോക്കി വായിക്കുകയായിരുന്നു എന്നാണ് വലിയ ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ നടത്തിയിട്ടുള്ള മന്ത്രി വി ശിവൻകുട്ടി അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തുകയാണ്. ഒപ്പം തന്നെ അതിന് മുൻപേ തന്നെ വിളക്ക് കൊളുത്തിയിരുന്നു. അതുകൊണ്ട് ഈ രീതിയിൽ മന്ത്രിക്ക് പെട്ടെന്നുണ്ടായ പ്രകോപനം കൊണ്ടല്ല അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. നേരത്തെ തന്നെ രാജ്ഭവനുമായി ബന്ധപ്പെട്ട് ഭാരതാംബയുടെ ചിത്രം ഉണ്ടെങ്കിൽ അത്തരം പരിപാടികൾ ബഹിഷ്കരിക്കണമെന്ന രാഷ്ട്രീയ തീരുമാനം നേരത്തെ തന്നെ CPIM കൈക്കൊണ്ടിരുന്നു. അത്തരത്തിലൊരു രാഷ്ട്രീയ സന്ദേശം കൂടിയായിരുന്നു ഇന്നലെ CPM എന്താണെങ്കിലും വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടിയന്തരാവസ്ഥ കാലത്ത് CPIMന് RSSവുമായി ചില സഖ്യമുണ്ടായിരുന്നു എന്നുള്ളത് പാർട്ടിയെ വലിയതിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലടക്കം തിരിച്ചടിയാകുമോ എന്നുള്ള സംശയം പാർട്ടിക്കകത്തുണ്ടായിരുന്നു. അതിനു കൂടി വ്യക്തമായൊരു രാഷ്ട്രീയ മറുപടി നൽകുകയായിരുന്നു RSS പരിപാടി, അല്ലെങ്കിൽ RSS സൈദ്ധാന്തികൻ ഗുരുമൂർത്തിയൊക്കെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് ഗവർണർ നടത്തിയ പരിപാടിയിൽ അതിനോടൊക്കെ തന്നെ വിയോജിപ്പുണ്ടെന്ന തരത്തിൽ പിന്നീട് ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുകയും അതിന് വിളക്ക് കൊളുത്തുകയും ചെയ്യുന്ന ഗവർണറുടെ നടപടിക്കെതിരെ ബഹിഷ്കരിച്ചുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഒരു വലിയ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് ആ രീതിയിൽ തന്നെ നിലപാട് കടുപ്പിക്കുകയാണ്. ഇന്നത്തെ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തന്നെ വരുന്ന ദിവസങ്ങളിൽ ഇനി രാജ്ഭവന്റെയും ഗവർണറുടെയും പരിപാടിയിൽ ഏത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കണം, ഇനി ഗവർണർ പങ്കെടുക്കുന്ന സർക്കാർ പരിപാടികൾ പൂർണ്ണമായും ബഹിഷ്കരിക്കണം, അല്ലെങ്കിൽ ഇനി രാജ്ഭവനിലേക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ മറ്റ് ചില പരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കിയാൽ മാത്രം ഇനി പങ്കെടുത്താൽ മതിയോ, അല്ലാത്ത പക്ഷം പരിപാടിയിൽ പങ്കെടുക്കണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ യോഗത്തിൽ തീരുമാനമാകും. ഒപ്പം തന്നെ മന്ത്രി ശിവൻകുട്ടിക്ക് ആദ്യം കൊടുത്ത പ്രോഗ്രാം ലിസ്റ്റിൽ ഈ ഭാരതാംബയെ സംബന്ധിച്ചോ മറ്റ് വിശദാംശങ്ങളെ സംബന്ധിച്ചോ യാതൊരു സൂചനയും ഇല്ലായിരുന്നു. പിന്നീട് ഒരു ഗവർണറുടെ ഔദ്യോഗിക പരിപാടികളിലൊക്കെ തന്നെ ഇത്തരത്തിൽ പ്രോഗ്രാം ലിസ്റ്റ് ആഴ്ചകൾക്ക് മുന്നേ തന്നെ ഷെഡ്യൂൾ ചെയ്യപ്പെടുന്നതാണ്. അങ്ങനെ ഒരു പരിപാടിയിൽ എങ്ങനെയാണ് ഭാരതാംബയുടെ ചിത്രവും പുഷ്പാർച്ചനയും വിളക്ക് കൊളുത്തുന്ന സംഭവമൊക്കെ കയറി വന്നതും മറ്റൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. അത് ഗവർണർ RSSും അല്ലെങ്കിൽ BJP നേതൃത്വവുമായി ചേർന്നുകൊണ്ട് ആലോചിച്ച് നടത്തുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നാണ് CPIM വ്യക്തമാക്കുന്നത്. CPIM ഇതിനോട് ഇതേ നിലപാട് തന്നെ സ്വീകരിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് CPIM കടക്കുന്നത് പിന്നിൽ മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ഒപ്പം തന്നെ ഇങ്ങനെയുള്ള പരിപാടി നിശ്ചയിക്കേണ്ടത് സർക്കാരാണ്, മന്ത്രിസഭയാണ്. അങ്ങനെ മന്ത്രിസഭ വ്യക്തമായൊരു തീരുമാനമെടുത്താൽ അവിടെ ഗവർണറുടെ പരിപാടി അല്ലെങ്കിൽ രാജ്ഭവനിൽ നിന്നും ആ ഭാരതാംബയുടെ ചിത്രം നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു പൊറാട്ട് നാടകം കളിക്കുന്നത്? മുൻപ് നടത്തിയിട്ടുള്ള ഗവർണർ സർക്കാർ പോര് പോലെ തന്നെ അത് ജനങ്ങളുടെ കണ്ണിൽ പൊടി വാരിയിടാനുള്ള നീക്കം മാത്രമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള ചില മുതലെടുപ്പ് മാത്രമാണ് എന്നുള്ള വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ CPIM ഒരേ തട്ടിൽ തന്നെയാണ്. നേരത്തെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഗവർണർ സ്ഥാനത്തിലേക്ക് എത്തിയ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയും അടുത്ത ബന്ധമായിരുന്നു. ഡൽഹിയിലെത്തി അദ്ദേഹം പിറന്നാൾ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ലിഫ് ഹൗസിലെത്തി നേരിട്ട് കണ്ടതും ഒക്കെ തന്നെ പിണറായി വിജയൻ രാജ്ഭവനിലെത്തി ഗവർണറെ നേരിട്ട് കണ്ടതും ഒക്കെ തന്നെ വലിയ രാഷ്ട്രീയ ചർച്ചയായിരുന്നു. അങ്ങനെ വലിയ ബന്ധം നിലനിൽക്കുകയാണ്. പക്ഷേ ഗവർണറുടെ ഭാരതാംബ വിഷയവുമായി ബന്ധപ്പെട്ട് CPIMും അല്ലെങ്കിൽ സർക്കാരുമായി ഗവർണറെ കടന്നാക്രമിച്ചാണ് CPI നേതാക്കളുടെ പ്രതികരണം, മന്ത്രിമാരുടെ പ്രതികരണം. നിലപാട് മാറ്റാത്ത ഗവർണർക്ക് അഹങ്കാരം എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചത്. എന്തായാലും വീണ്ടും ഒരു സർക്കാർ ഗവർണർ പോരിന് കളമൊരുങ്ങിയിട്ടുണ്ട്.
അത്തരത്തിലാണ് പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. നിലപാടിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിൽ തന്നെയാണ് രാജ്ഭവനുമുള്ളത്.